എല്ലാവർക്കും ഉപാസന മീഡിയയിലേക്ക് ഹാർദവമായ സ്വാഗതം. ഇന്ന് ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് ഗ്രഹങ്ങൾ ലഗ്നത്തിൽ ഏതൊക്കെ ഗ്രഹങ്ങൾ നിന്നാൽ എന്തൊക്കെയാണ് അതിൻ്റെ ഫലങ്ങളെന്നുള്ളതാണ്. അപ്പോൾ സൂര്യൻ ലഗ്നത്തിൽ നിന്നാൽ ആ വ്യക്തി പൊക്കമുള്ള ആൾ, പക്ഷേ തലമുടി കുറവായിരിക്കും, നയനദോഷം ഉഷ്ണാധിക്യമുള്ള ശരീരമായിരിക്കും, കൂടുതൽ ടെൻഷനുള്ള ആളായിരിക്കും, അഭിമാനം കൂടുതലാണ്, ക്ഷമയും ദയവും വളരെ കുറവായിരിക്കും. രവി ലഗ്നത്തിൽ ബലവാനും 10ൽ സർവോത്തമനും ആയിരിക്കും. പക്ഷേ ചന്ദ്രൻ ലഗ്നത്തിൽ നിന്നാൽ സുന്ദരനായിരിക്കും, കാര്യങ്ങൾക്ക് ഉറപ്പ് ഇല്ലാത്തവനായിരിക്കും. പൂർണ്ണചന്ദ്രനാണെങ്കിൽ ദീർഘായുസ്, വിദ്യ ഉണ്ടായിരിക്കും. ഇടവം കർക്കിടകം ലഗ്നമായി അവിടെ ചന്ദ്രൻ നിന്നാൽ ജാതകൻ വലിയ ധനവാനായിത്തീരും. വലിയ ബലമില്ലെങ്കിൽ ബധിരനും രോഗിയും ആകാൻ യോഗം പറയുന്നുണ്ട്. ചൊവ്വ ലഗ്നത്തിൽ നിന്നാൽ ശരീരത്തിൽ കൂടെയുള്ള മുറിവുകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കോപിയും രോഗപീഡിതനും അല്പായുസുമായിരിക്കും. മേടം, വൃശ്ചികം, മകരം ഈ രാശികൾക്ക് ലഗ്നമായി കുജൻ നിന്നാൽ ഈ ദോഷം സംഭവിക്കുകയില്ല. ഇടവം തുലാം ലഗ്നമായി കുജൻ നിന്നാൽ വലിയ സ്ത്രീശക്തനായിരിക്കുമെന്നാണ് പറയുക. ലഗ്നത്തിൽ ബുധൻ നിന്നാൽ ദീർഘായുസുള്ളവനാവും. ദേഹസൗന്ദര്യം, ബുദ്ധി, വിദ്യ, മധുരഭാഷണം എന്നിവ ഫലമാണ്. ലഗ്നത്തിൽ വ്യാഴം നിന്നാൽ ദീർഘായുസാണ്, സൗന്ദര്യം, സൽപുത്രലാഭം, വിദ്യാഗുണം, ദേഹസൗഖ്യം, ധനം ഇവയുള്ളവനായിരിക്കും. ലഗ്നത്തിൽ ശുക്രൻ നിന്നാൽ ആസ്വാദകരായിരിക്കും, രസികനായിരിക്കും, ഭംഗിയുള്ള ആൾക്കാരായിരിക്കും. ലഗ്നത്തിൽ ശനി നിന്നാൽ അലസത, കാര്യതാമസം, തലയിൽ മറുക്, രോഗി, പ്രായക്കൂടുതലോ അനുരൂപയോ അല്ലാത്ത ഭാര്യ ഭർത്താക്കന്മാരായിരിക്കും അവർക്ക് ലഭിക്കുക. ലഗ്നത്തിൽ രാഹു നിന്നാൽ അഭംഗിയാണ്, ആയുർബലം, ധർമ്മം, പുത്രന്മാർ കുറഞ്ഞവർ, ദുസ്വഭാവക്കാർ, ബലം, ബുദ്ധി ഉള്ളവരായിരിക്കും. ലഗ്നത്തിൽ കേതു നിന്നാൽ സൗഭാഗ്യം, സുഖം, ജനിച്ച ഗ്രഹം വെടിയുന്നവരായിരിക്കും. കലഹപ്രിയരായിരിക്കും, ആരോഗ്യത്തിന് ഹാനികരമായിരിക്കും. ലഗ്നത്തിൽ ഗുളികൻ നിന്നാൽ ഒറ്റയ്ക്കാണെങ്കിൽ രാജയോഗമാണ്. നല്ല വാഹനം കൈകാര്യം ചെയ്യുന്നവനോ ജനങ്ങളാൽ മാനിക്കപ്പെടുന്നവനോ, ശരീരത്തിൽ ഇടയ്ക്കിടെ മുറിവുകൾ ഉണ്ടായിരിക്കൊണ്ടേയിരിക്കും. അപ്പോൾ ഇതൊക്കെയാണ് ലഗ്നത്തിൽ ഓരോ ഗ്രഹങ്ങൾ നിന്നാലുള്ള ഫലം. എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഹരി ഓം, ഹരി ഓം, ഹരി ഓം.